ഗൈസ് അപ്പോൾ റീല് കണ്ടേ ഭ്രാന്തിൽ ഇറങ്ങി കേട്ടോ. നമുക്ക് കണ്ടേ മറ്റേ ആ പണ്ടത്തെ പേരെന്തോ മസ്ക ബൺ മസ്ക ഇറാനി ചായ. ചായ പക്ഷേ ഇറാനി ചായ ഒന്നുമല്ല, ഏലക്ക ചായ സെറ്റ് ചെയ്യാം. ഓക്കെ ബണ്ണ് കഴിക്കാൻ പോണ വഴി കേട്ടോ. കഴിച്ചിട്ടില്ല. ബ്യൂട്ടി നോക്കൂ ഗൈസ്. അതാ കാടാണ് വേറെ കാര്യം. രാവിലെയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടാ. കനാലിൽ വെള്ളമില്ല, പറമ്പിൽ റബ്ബറില്ല. റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞല്ലേ, വെട്ടിക്കളഞ്ഞാണ്. കൊള്ളാം. ഞങ്ങള് സാധനമൊക്കെ മേടിച്ച് നമ്മള് വീട്ടിലേക്ക് പോട്ടോ. കാണത്തില്ല, വീട്ടിൽ തന്നെ കാണിക്കാം. വളവാടേ. അയ്യോ ഫോൺ അടിക്കണമെന്നുണ്ട്, പക്ഷെ ഫോണില്ല. അത് വേറെ കാര്യം. സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് കേസ്. ഇപ്പോൾ ഒരു മിൽക്ക് മെയ്ഡ്, ബട്ടറ്, പിന്നെ നമ്മുടെ പ്രധാന സാധനം ബണ്ണ്. നെയ്യൊന്നും പറയാ, നെയ്യല്ലേ. എന്നിട്ട് മിൽക്ക് മെയ്ഡ്. മതിയായിരിക്കും, അതിന് വേഗം മതിയായിരിക്കും. വേറെ പ്ലേറ്റ് ഇതോടെ എടുക്കാൻ പാടില്ല. ഇത് അതിൻ്റെ അത് വെക്കാൻ പാടില്ല. മതി. എന്നിട്ട് അത് കിട്ടുമല്ലോ, അത് കുഴപ്പമില്ല. നല്ല രീതിക്ക് നന്നായിട്ട് ബീറ്റ്. നെയ്യൊക്കെ ഇങ്ങനെ അല്ലിത്ത വല്ലുണ്ട്. നെയ്യല്ല ബട്ടർ. സെറ്റായില്ലേ? എന്നിട്ട് കഠിനമായ മിക്സിങ്ങിന് ശേഷം നമ്മൾ ബണ്ണ് കട്ട് ചെയ്യായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ബണ്ണായിരുന്നു. ചെറിയ ബണ്ണായിരുന്നു അങ്ങനെ, ആരും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം സോഫ്റ്റ് സാധനമൊക്കെ ആയിരുന്നു. രണ്ടായിട്ടങ്ങ് വെട്ടി കണ്ടിച്ച് ഒന്ന് നോക്കിയില്ല. അപ്പം അധികം ഒന്നും എടുത്തില്ല, 4 ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 2 മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഞാനും അമ്മയും മാത്രമേ ആയിക്കുള്ളൂ. പിന്നെ എന്നാത്തിനാന്ന് കരുതി അപ്പം 2 ബണ്ണ് മാത്രം മുറിച്ചു. നമ്മൾ ജസ്റ്റ് ട്രൈ അല്ലേ, പിന്നെ ഓവർ മധുരം അങ്ങനെയൊന്നും കഴിക്കാറില്ല. പിന്നെ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇപ്പം 2 ബണ്ണും അങ്ങനെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അത്യാവശ്യം നല്ല പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ പണിയുണ്ട്. പക്ഷേ പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തീർക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ക്രീം ഇടാം ധൈര്യമായിട്ട്. ആഹാ, ക്രീമും കൂടെ തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നു മോനെ, പിന്നെ ബൺമസ്ക അങ്ങ് വേറെ ലെവലാവൂല്ലേ. ഏത് മൂഡ് സെറ്റ്. ആ സ്പൂണോട് പോയി വയ്ക്കേ, മാറ്റി. ഒഴിക്കുക. എന്നിട്ട് അങ്ങനെ അവിടെ തേച്ച് നോക്കണം. നല്ല കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഞാൻ ഒന്നും അടിക്കുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നമ്മേ, ഇങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് അതെ, അതാ പുറത്തേക്ക് അത് വൃത്തിയായിട്ടേക്ക്. ഓക്കെ, ഇത്തിരി പൊക്കിപ്പിടി. നല്ല വൃത്തിയായിട്ടേക്ക്. അത് കണ്ടിച്ച് അത്രയും കട്ടേ ഉള്ളൂ.
കൊണ്ട് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇറാനി ചായക്ക് വരും നമ്മൾ ഉണ്ടാക്കിയത് ഏലക്ക ചായയാണ്. എന്താണെങ്കിലും മുക്കി കഴിച്ചാൽ പോരെ ധാരാളം. അപ്പം അതിന് വേണ്ടിയിട്ട് ഏലക്കയും കുറച്ച് ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് ഈ ചായയും വെച്ചു. സെറ്റായിരുന്നു കേട്ടോ. ചായയിലൊക്കെ ഒന്നും പറയാനില്ല. ചായ ഇറക്കിയിട്ടാൽ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കഴിച്ചു നോക്കാം നമുക്ക്. ഏതാ ചായയടി ഇത് കണ്ടിട്ടുണ്ടോ? മാരി അടിയൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. അത് വേറെ കാര്യം. വല്ലപ്പോഴൊക്കെ അടികളൊക്കെ ആയിരുന്നു നമ്മളോടാ. ഇനി ഇങ്ങനെ ചായ അടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇതാണ് നമ്മളുണ്ടാക്കിയ ബൺമസ്കി ചായ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇത് ട്രൈ ചെയ്ത് നോക്കാനൊന്നും ഇല്ല. അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്, സൂപ്പർ.